നമസ്കാരം. പതിവായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ്. എനിക്ക് ചായ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ നമ്മൾ ചായ കുടിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. അതായത് നമ്മൾ കുടിക്കുന്ന ചായപ്പൊടി നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടിയാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ചായ ഒരുപാട് കുടിക്കുന്നത് ഒരിക്കലും നമുക്ക് ബോഡിക്ക് നല്ലതല്ല എന്നുള്ളത്. അതൊരു വശത്തുണ്ട്. കാര്യം നമുക്ക് ഒരുപാട് ചായ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അയണിനെ അബ്സോർബ് ചെയ്യണത് കുറയും. അയണിനെ നമ്മുടെ ബോഡി ആഗിരണം ചെയ്യണത് കുറയും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, അസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകൾ, നെഞ്ചെരിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഉറക്കം കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ഒരു വശത്താണ് കേട്ടോ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചായയിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി എന്ന് പറയുന്ന ഒട്ടും ക്ലിയർ ആയിട്ടുള്ള ചായപ്പൊടി ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങൾ വേറെ ഉണ്ടാവും. പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിലും പതുക്കെ പതുക്കെ അതും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ചായപ്പൊടി അത് ഏതാണെന്നുള്ളത് നമ്മൾ നല്ലതാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനൊരു ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചായപ്പൊടി ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചായപ്പൊടിയുടെ ഒരു കളറ് മേലെ, ചിലത് ചുവപ്പ് കളറിൽ, അല്ലെങ്കിൽ ചിലത് ഓറഞ്ച് നിറത്തിലൊക്കെ മേലെ ഒരു ലെയർ പോലെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊട്ടും നല്ല ചായപ്പൊടിയല്ല. ചിലത് നമ്മൾ, അതായത് സാധാരണ വെള്ളത്തിലാണ് ഇടേണ്ടത് കേട്ടോ, ചൂടുള്ള വെള്ളത്തിലല്ല മിക്സ് ചെയ്തിട്ട് ഇടേണ്ടത്. അതുപോലെ നേരെ താഴെ ഈ ചായപ്പൊടി അടിയിൽ, അതായത് വെള്ളത്തിൽ ജസ്റ്റ് ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ അതിൽ നല്ല കട്ട പോലെ അടിയിൽ അടിഞ്ഞു കൂടുകയാണെങ്കിലും ആ ചായപ്പൊടി നല്ല ചായപ്പൊടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ചായപ്പൊടി നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അല്ലാണ്ട് കളർ ചേർത്തിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധ വരുത്തുക. ചായയുടെ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ചായ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം ഉറപ്പ് വരുത്താം കേട്ടോ. താങ്ക് യു.